ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ മൂന്നാറൊക്കെ ഒന്ന് കാണാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് രാവിലെ. ഇന്ന് ക്ലൈമറ്റ് ഒന്നും വലിയ കുഴപ്പമില്ല, നല്ല തെളിഞ്ഞൊരു ക്ലൈമറ്റാണ്. രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്, ചെറിയ കോടയുണ്ട്, അങ്ങ് ദൂരെ നിങ്ങൾക്ക് കാണാം ചെറിയൊരു കോടയുണ്ട് മോൾ ഭാഗത്തൊക്കെ. അപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റാണ് കേട്ടോ, ചെറിയൊരു വെയിലൊക്കെ ഉണ്ട്. പൂരിയാണ് കേട്ടോ രാവിലെ കഴിക്കാനായിട്ട്, ബൊഫേ ആണ് കേട്ടോ. കുറേ സാധനങ്ങളുണ്ട്, ഇഡലി, പൂരി, പേരക്ക ജ്യൂസ് എല്ലാം ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്യുന്നത്, ഞങ്ങളെടുത്തത് പൂരിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ റൂമിലേക്ക് പോയി വെക്കറ്റ് ചെയ്യാനുള്ള പരിപാടികളാണ്. എന്നിട്ട് ഞങ്ങൾ കറങ്ങാൻ ഇറങ്ങണം കേട്ടോ ഇന്ന്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മൂന്നാറിലെ ഉള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ് കേട്ടോ ഉള്ളത്. ചിന്നാറിലുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ് ഉള്ളത്. നമ്മളിപ്പോൾ ട്രക്കിങ്ങിനായിട്ട് ഇവിടെ ഇറങ്ങിയാണ് കേട്ടോ. ട്രക്കിങ്ങിനായിട്ട് പോവാണ്. ഇവിടെ ഇറങ്ങിയിട്ടൊരു 3 കിലോമീറ്റർ നടക്കാനുണ്ട്. ട്രക്കിംഗ് ഉള്ളത് 3 കിലോമീറ്ററാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് നേരെ ഇപ്പോൾ ട്രക്കിങ്ങിനായിട്ട് പോവാണ്. നമ്മളിവിടെ ട്രക്കിങ്ങിന് പോകാനായിട്ട് വന്നതാണ് കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഗൈഡുകളെല്ലാം ഓൾറെഡി മുകളിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നിനി ഇല്ലെന്നാണ് കേട്ടോ അവർ പറയുന്നത്. ഇന്നിനി ട്രക്കിംഗ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ് കേട്ടോ. ഏകദേശം 300 രൂപയാണ് കേട്ടോ ഇവിടെ ഒരാൾക്ക് ചാർജ് വരുന്നത് ട്രക്കിങ്ങിനായിട്ട്. ഈ മോളിൽ കാണുന്നത് ഇതായി ഇട്ടിരിക്കുന്ന ബ്രിഡ്ജ് എന്ന് പറയുന്നത് കുരങ്ങിന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുരങ്ങ് ഇതുവഴി പാസ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ബ്രിഡ്ജിൽ കൂടെ. ഞങ്ങൾ വരുന്ന വഴിക്ക് റോഡിലെല്ലാം കുരങ്ങന്മാരെ കണ്ടു കേട്ടോ. ഇവിടൊക്കെ കുരങ്ങന്മാരെ കണ്ടു. ഇപ്പുറത്ത് അവിടെയൊക്കെ മാനൊക്കെ നിൽപ്പുണ്ട് കേട്ടോ അകത്ത്. ഇവിടെ കുരങ്ങ നിൽപ്പുണ്ട്. ഇവിടെ എല്ലാം കുരങ്ങന്മാരിപ്പുണ്ട് കേട്ടോ. മാൻ അകത്ത് മാൻ നിൽപ്പുണ്ട് കേട്ടോ. അവിടെയായിട്ട് മാനുണ്ട്, കുറേ മാനുകളുണ്ട് കേട്ടോ അവിടെ. ഇവിടെയൊക്കെ കുരങ്ങന്മാരുണ്ട് റോഡിലെല്ലാം. ഇവിടെ മാനുകൾ നിൽക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. അതായത് ഇവിടെ റോഡ് സൈഡിലായിട്ട് അകത്താണ് കേട്ടോ. ഇതുങ്ങളെ നെറ്റടിച്ച് സംരക്ഷിച്ചിരിക്കുകയാണ് കേട്ടോ. അകത്ത് നെറ്റ് കൊണ്ട് വേലിയൊക്കെ കെട്ടി സംരക്ഷിച്ചിരിക്കണം. ഒരുപാട് മാനുകളുണ്ട്, അതുപോലെ കാട്ടുപന്നിയുണ്ട്. റോഡിലൊക്കെ കുരങ്ങന്മാരെയൊക്കെ കാണാം കേട്ടോ. നിങ്ങൾക്ക് കാണാം അവിടെ മാന് നിൽപ്പുണ്ട്, ഒരു മാൻകുട്ടിയുണ്ട്, ഒരു വലിയ മാനുണ്ട്. ഒരുപാട് മാനുകളുണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ. ഞങ്ങളിവിടെ വരുന്ന വഴിക്ക് നിർത്തി തൈലത്തോട്ടത്തിൽ കയറിയതാണ് കേട്ടോ. അതാ ഈ കാണുന്നതെല്ലാം തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. കാണുന്നതെല്ലാം തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. ഇതിനിടയ്ക്കൂടെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വഴികളുണ്ട് തോട്ടത്തിൽ കയറാനായിട്ടുള്ള കേട്ടോ. നല്ല ഒരു വ്യൂ ആണ് കേട്ടോ അങ്ങോട്ടേക്കുള്ള. അവിടെ ഒരു ചെറിയ അരുവി പോലെ, വെള്ളച്ചാട്ടം പോലെ ഉണ്ട് കേട്ടോ ഈ ഭാഗങ്ങളിൽ. ഇവിടെ നിന്നുള്ളത് നല്ലൊരു വ്യൂ ആണ്. ഞാൻ ഫോട്ടോ എടുക്കാം. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ ലക്കം വാട്ടർഫോൾസിലേക്കാണ് കേട്ടോ പോകുന്നത്. നല്ലൊരു വാട്ടർഫോൾസ് ആണ് അത്, അടിപൊളിയാണ്. നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. നമ്മളങ്ങനെ ലക്കം വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ലക്കം വാട്ടർഫോൾസിൽ കയറാൻ പോവാണ്.
നമ്മളിവിടെ എത്തി. ഇവിടെ ടിക്കറ്റ് റേറ്റ്സ് വരുന്നത് 50 രൂപയാണ് കേട്ടോ പെർ പേഴ്സൺ. ടൈം 8:30 to 4 PM ആണ് കേട്ടോ, ഈവനിങ്. ലേക്കം വാട്ടർഫോൾസിലേക്ക് കയറുന്നതാണ് കേട്ടോ. ഇതാ ലാക്കം. ഇവിടുന്ന് 100 മീറ്റർ അകത്തേക്ക് നടക്കാനുണ്ട് കേട്ടോ. 100 മീറ്റർ മാത്രമേ ഉള്ളൂ അകത്തേക്ക് നടക്കാൻ. ഇതുവഴിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു എൻട്രൻസ് ആണ് കേട്ടോ ഇതിനുള്ളത്. ഇതാണ് കേട്ടോ ലേക്കം വാട്ടർഫോൾസിലേക്കുള്ള വഴിയാണ് കേട്ടോ ഇത്. ഇവിടെയാണെങ്കിൽ ചെറിയൊരു അരുവി പോലത്തെ സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ കുറെ പാറകളുള്ള ഏരിയ ആണ് കേട്ടോ. ഇറങ്ങാം. ഇതോടെ വെള്ളത്തിലിറങ്ങണമെന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഇതാ വാട്ടർഫോൾസിൽ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഫ്രീയൊക്കെ ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു ഇവിടെ. വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് ഇതാ തിരിച്ച് കയറി കേട്ടോ. ഇനി ഫോട്ടോ ഒക്കെ എടുക്കണം അവിടെ നിന്നിട്ട്. നല്ല രസമായിരുന്നു കേട്ടോ. കാച്ചൊക്കെ ഫുൾ വെള്ളത്തിലായിരുന്നു. കാച്ചൊക്കെ ഫുൾ നനഞ്ഞു കേട്ടോ. ഡ്രസ്സൊക്കെ നനഞ്ഞ് ഇപ്പോൾ ടവൽ ഉടുപ്പിച്ചിരിക്കുക കാച്ചേനെ. കൊച്ചൂട്ടനൊക്കെ ഫുൾ മുങ്ങി കുളിച്ച്. അമ്മയും കൊച്ചൂട്ടി ഇറങ്ങിയായിരുന്നു കേട്ടോ. കൊച്ചൂട്ടിയും വെള്ളത്തിലിറങ്ങി, ഫുൾ വെള്ളത്തിലിറങ്ങി നനഞ്ഞ് കുളിച്ചു. എന്നിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത ഫോട്ടോ സെഷൻ. കൊച്ചൂട്ടന്റെ പാന്റ് മൊത്തം നനഞ്ഞിട്ട് കൊച്ചൂട്ടന്റെ പാന്റ് വരാൻ മടിയാണ്. എന്താടാ കൊച്ചു പാന്റ് വരാൻ നാളാണോടാ? നാളാണോ നിനക്ക്? പിന്നെ ഞങ്ങളിനി ഇവിടെ എല്ലാം വെള്ളത്തിലൊക്കെ ഇറങ്ങി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നേരെ ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ് കേട്ടോ.
ഇങ്ങോട്ടേക്ക് കയറി വരുന്ന ഭാഗത്തിന് ഒരു കുറച്ച് ഗാർഡനും കാര്യങ്ങളും ഒക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറെ ചെടികളൊക്കെ ഉണ്ട്. രണ്ട് സൈഡിലായിട്ടും കുറെ ചെടികൾ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. നീലക്കുറിഞ്ഞി. ഓ അവിടെ ആയിട്ട് നീലക്കുറിഞ്ഞി ഉണ്ട് കേട്ടോ. നമുക്കിവിടെ വാട്ടർഫോൾസിന്റെ അവിടെ തന്നെ ഒരു റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ അടുത്ത ലൊക്കേഷനിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിലെത്തി കേട്ടോ. താറിനെ കാണാനായിട്ട് വരയാടുകളുണ്ട് കേട്ടോ ഇവിടെ. അതിനെ കാണാനായിട്ട് വന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറാനായിട്ട് തുടങ്ങാം. കൊച്ചുകുട്ടീൻ്റെ ഇവിടെ ഒരു സാധനം കണ്ടിട്ട് മേടിച്ച് ചെവി വെക്കുന്നത് അടിപൊളിയാണ്. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ എൻട്രൻസിലേക്ക് കടക്കുകയാണ് കേട്ടോ. അകത്തേക്ക് കടക്കുകയാണ്. ഈ വഴി പോയി നമ്മൾ ബസ്സിൽ കയറിയാണ് കേട്ടോ മുകളിലേക്ക് പോകുന്നത്. കുറേ മുകളിലേക്ക് കയറാനുണ്ട്. ആ കയറുന്നത് നമ്മൾ ബസ്സിലാണ് കേട്ടോ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നേരെ ബസ്സിൽ കയറി മുകളിൽ ചെല്ലും. അങ്ങനെ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിലെത്തി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആദ്യമൊക്കെ കണ്ടിട്ടേ തിരിച്ചു പോകുന്നുള്ളൂ. നമ്മളിനി കുറേ മുകളിലേക്ക് കയറാനുണ്ട് കേട്ടോ. ഞാനൊന്ന് കാണിച്ചു തരാം. കുറേ നമുക്ക് നടന്ന് മുകളിലേക്ക് കയറി പോകാനുണ്ട് കേട്ടോ. ഞാനൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെയുള്ള വഴിയെ നമ്മൾ ഇങ്ങനെ നടന്ന് ഇതോ ആ മുകളിലെത്തണം കേട്ടോ. നല്ല ഹൈറ്റ് ഉണ്ട്. ആ മുകളിലെത്തണം നടന്ന്. ഇങ്ങനെ പോകുന്ന വഴിയൊക്കെ നമുക്ക് ആടിനെ കാണാൻ പറ്റും കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണാം താഴെ ഫുള്ള് കോട ഇറങ്ങി കിടക്കുകയാണ് കേട്ടോ. താഴേക്ക് നോക്കി ഒന്നും കാണാൻ പറ്റത്തില്ല. ഫുൾ കോടയാണ് കേട്ടോ. നീലഗിരി താറെന്നാണ് കേട്ടോ അതിനെ അറിയപ്പെടുന്നത്. ഈ ബോർഡിൽ അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം ഇങ്ങോട്ട് മുകളിലേക്ക് കോട കയറുകയാണ് കേട്ടോ. മുകളിലേക്ക് എത്തുന്നുണ്ട് കോട. എവിടെയൊക്കെ ഏകദേശം വന്നു കഴിഞ്ഞു. നമ്മൾ ഏകദേശം കാൽഭാഗം കഴിഞ്ഞു കേട്ടോ കയറി. ഇനിയും ഉണ്ട് കുറച്ചുകൂടെ. പക്ഷെ നമുക്കിതുവരെ ഒന്നിനെ ഇതുവരെ കണ്ടില്ല കേട്ടോ. കുറച്ചുകൂടെ എത്തുമ്പോൾ നമുക്ക് നോക്കാം എവിടെ വെച്ച് നമുക്ക് കാണാൻ പറ്റുമെന്ന്. അതുകൊണ്ടൊരു ഇത് കുന്നിൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. പക്ഷെ നല്ല കുടിക്കാനൊക്കെ നല്ലതായിട്ടുള്ള വെള്ളമാണ്. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ. കുടിച്ചോ. ഇവിടെ നമ്മൾ കയറിപ്പോകുന്ന സ്ഥലത്ത് ഒരു അമ്പലം പോലത്തെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഫുള്ള് അമ്പലം പോലത്തെ ഒരു സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ ചെറിയ അരുവി പോലൊക്കെ ഉണ്ട് കേട്ടോ. ഇവയൊക്കെ കോട കയറി വരുന്നുണ്ട് കേട്ടോ. ഇതാ താഴെ നിന്ന് മുകളിലേക്ക് കോട കയറി വരിക കേട്ടോ. ഇത് ഇരവിക്കുളം നാഷണൽ പാർക്കിന്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഇത് ഇരവിക്കുളം നാഷണൽ പാർക്കിന്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. ഇന്നിപ്പോൾ ഇരവിക്കുളം നാഷണൽ പാർക്കിൽ
ഒരു ആട് പോലും ഇറങ്ങിയിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ താഴേക്ക്. എല്ലാം ആ കുന്നിൻ്റെ അവിടെ കാണുന്ന കുന്നിൻ്റെ മുകളിലേക്കാണ് കേട്ടോ ആ ആടുകൾ പോകുന്നത്. ഇന്ന് ഒന്നും താഴേക്ക് ഇറങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞത്. പക്ഷെ ഇന്നലെ എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നൊന്നും ഇറങ്ങിയിട്ടില്ലെന്നാണ് അവർ പറയുന്നത് കേട്ടോ നമ്മളോട് ചോദിച്ചപ്പോൾ. ആ കുന്നിൻ്റെ മുകളിലേക്ക് ഞങ്ങളിവിടെ മുകളിൽ കയറിയെങ്കിലും ആടിനെ കാണാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങളിപ്പോൾ നേരെ തിരിച്ച് താഴേക്ക് ഇറങ്ങാൻ പോവാണ്. ഞങ്ങൾ പക്ഷെ മുന്നേ വന്നപ്പോൾ ഒരുപാട് ആടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മുന്നേ വന്നപ്പോൾ ഒരുപാട് ആളുണ്ടായിരുന്നു ഇവിടെ, ഒരുപാട് ആടുണ്ടായിരുന്നു ഇവിടെ. താറിനെ ഒരുപാട് കണ്ടിരുന്നു കേട്ടോ. ഞങ്ങൾ കാച്ചു താറിൻ്റെ കൂടെ നടക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിരുന്നു കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ താഴെ ചെന്നിട്ട് കാണാം. ഇത് നീലക്കുറിഞ്ഞി പൂക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നീലക്കുറിഞ്ഞി ആണ് ഈ നിൽക്കുന്നതെല്ലാം നീലക്കുറിഞ്ഞിയാണ്. ഇവിടെ പൂത്ത് കഴിയുമ്പം സീസണിൽ അടിപൊളിയായിരിക്കും കാണാൻ. നല്ല ഭംഗിയായിരിക്കും ഈ ഏരിയകളൊക്കെ. അതുകൊണ്ട് തന്നെ ഈ സൈഡിൽ കൂടെ നടക്കാനുള്ള ഒരു ഏരിയയും അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു പാലം പോലൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മള് ഇന്ന് താറിനെ കാണാൻ വന്നിട്ട് കാണാൻ പറ്റുന്നതിൽ ഭയങ്കര സങ്കടമായി പോയി കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഇതൊരു ലക്കാണ് കേട്ടോ ഈ ആടിനെ കാണാന്ന് പറഞ്ഞാൽ. എപ്പോഴും ഒന്നും നമ്മളിവിടെ തിരക്കിയപ്പോൾ അവർ പറയുന്നത് എപ്പോഴും ഒന്നും ഇത് ഇറങ്ങി വരത്തില്ല. ചില സമയങ്ങളിൽ ഇത് ഈ കാണുന്ന മലയുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇത് പോവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ, കാരണം അപ്പുറത്തെ സൈഡിലേക്കൊന്നും നമ്മൾ പോകത്തില്ല. ഇപ്പോൾ ഇതാ കോട നല്ലവണ്ണം മുകളിലേക്ക് കയറി കേട്ടോ. ഇപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ആ മുകളിൽ കയറിയ സ്ഥലങ്ങളിലെല്ലാം കോടയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തും എല്ലാം നല്ല കോടയായി മഞ്ഞ് പൊടിയുന്നുണ്ട് കേട്ടോ. താഴേക്ക് ഇങ്ങനെ ചെറിയ തുള്ളി വെള്ളം പൊടിമഴ പെയ്യുന്ന പോലെ ഇങ്ങനെ പൊഴിയുന്നുണ്ട് കേട്ടോ താഴേക്ക്. നല്ല രസമുണ്ട്, നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. നല്ല ചെറിയ തണുപ്പുണ്ട് കേട്ടോ. അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ, സൂപ്പർ. അച്ഛനും അമ്മയും അവിടെ ആ ഷെഡിൽ ഇരിപ്പുണ്ട് കേട്ടോ. കാണാൻ പോലും പറ്റുന്നില്ല. അതേ നോക്ക്, ഞങ്ങളിതാ അടുത്താ നിൽക്കുന്നത്, പക്ഷെ കാണാൻ പോലും പറ്റുന്നില്ല കേട്ടോ. താങ്ക് യു. കണ്ടില്ലേ, ഇത്ര അടുത്ത് നിന്നിട്ട് പോലും കാണാൻ പറ്റുന്നില്ല. അമ്മ കേറിയില്ല കേട്ടോ. അമ്മ ഇവിടെ ഇരിക്കുകയായിരുന്നു. അമ്മ ഈ ഷെഡിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് കയറാൻ വയ്യാന്ന് പറഞ്ഞിട്ട് കയറിയില്ല കേട്ടോ. അച്ഛൻ മോളിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി താഴെ എത്തുന്നതിന് മുന്നേ താഴെ എത്തി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് താഴെ എത്തി കേട്ടോ. നമ്മളെ എൻട്രൻസിൽ തന്നെ തിരിച്ചെത്തി നമ്മൾ. ഇനി നമ്മൾ നേരെ അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം കേട്ടോ. അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബായ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.